ലോക ചരിത്രത്തിൽ ചില മുഹൂർത്തങ്ങൾ അങ്ങനെയാണ്. അത് വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിൻ്റെ സൂചനകളായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്തരമൊരു വമ്പൻ നേട്ടത്തെക്കുറിച്ചാണ്. ജപ്പാൻ ഒരു കൊച്ചുകുട്ടിക്ക് മിഠായി കൊടുക്കുന്നത് പോലെ അത്ര ലളിതമായി ഒന്നും ആർക്കും കൊടുക്കുന്നവരല്ല. അവർ കണ്ടുപിടിക്കുന്ന ഓരോ സാങ്കേതിക വിദ്യയും ദശകങ്ങളോളം രഹസ്യമായി വെക്കുന്നവരാണ്. എന്നാൽ ആ ജപ്പാൻ ഇപ്പോൾ ഇന്ത്യയെ മാത്രം വിശ്വസിച്ച് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട യൂണിക്കോൺ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് നൽകാൻ കരാറിലെത്തിയിരിക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം തോന്നുന്നില്ലേ? ട്രംപിനെ പോലെയുള്ള ആളുകൾ ഈ വാർത്ത കേട്ടാൽ ഒന്ന് അസൂയപ്പെട്ടു പോകും. അതാണ് നമ്മുടെ ഇന്ത്യയുടെ പവർ. ചൈനയ്ക്കും പാകിസ്ഥാനുമൊക്കെ ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. മോദി സർക്കാരിന്റെ കരുത്തുറ്റ നയതന്ത്രം, ഇന്ത്യയുടെ വിശ്വസ്തത, നമ്മുടെ എഞ്ചിനീയർമാരുടെ കഴിവ്, ഇതൊക്കെ ചേരുമ്പോൾ ഇന്ത്യ എന്താണെന്ന് ലോകം തിരിച്ചറിയുകയാണ്. ലോക ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വലിയ പാഠമുണ്ട്. ഒരു രാജ്യം വലിയ ശക്തിയാകുന്നത് അതിൻ്റെ ആയുധങ്ങളുടെ എണ്ണം കൊണ്ടല്ല, മറിച്ച് ആ ആയുധങ്ങൾക്ക് പിന്നിലുള്ള സാങ്കേതിക വിദ്യയുടെ മികവ് കൊണ്ടാണ്. ലോകത്ത് ചില രാജ്യങ്ങളുണ്ട്, അവർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും പുറംലോകത്തെ അറിയിക്കില്ല. അത് അവരുടെ അഭിമാനമാണ്, അവരുടെ സുരക്ഷയാണ്. അത്തരമൊരു രാജ്യം അത്രമേൽ സൂക്ഷ്മതയോടെ തങ്ങളുടെ കരുത്ത് കാത്തു സൂക്ഷിക്കുന്ന ജപ്പാൻ അവിശ്വസനീയമായ ഒരു കാര്യത്തിന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏഷ്യയിലെ തന്നെ സാങ്കേതിക വിസ്മയമായ ജപ്പാൻ പതിറ്റാണ്ടുകളായി തങ്ങളുടെ രഹസ്യ അറകളിൽ പൂട്ടിവെച്ചിരുന്ന ഒരു സാങ്കേതിക വിദ്യ മറ്റേതെങ്കിലും രാജ്യത്തിന് കൈമാറാൻ അവർ ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല. അമേരിക്കയോ യൂറോപ്യൻ ശക്തികളോ എത്ര ചോദിച്ചിട്ടും കൊടുക്കാത്ത രഹസ്യം ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ കയ്യിലേക്ക് വരികയാണ്. എന്തിനായിരിക്കും ജപ്പാൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്? ഇതിന് പിന്നിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? ലോകത്തിലെ വമ്പന്മാർ പോലും അസൂയയോടെ നോക്കുന്ന ഈ നീക്കം ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റമായി മാറാൻ പോവുകയാണ്. ഇതൊരു സാധാരണ വാർത്തയല്ല. നമ്മുടെ നാവികസേനയുടെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന ഒരു വലിയ സ്മാർട്ട് രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ആ രഹസ്യം? എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യക്ക് തന്നെ ലഭിച്ചത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അതിവേഗം ശക്തിപ്പെടുകയാണ്. സാമ്പത്തികം, സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൗകര്യം, വികസനം എന്നീ മേഖലകളിൽ ആരംഭിച്ച സഹകരണം ഇന്ന് പ്രതിരോധ രംഗത്തും വ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നൂതന യുദ്ധക്കപ്പൽ ആശയവിനിമയ സംവിധാനമായ യൂണിക്കോൺ അഥവാ യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റിന മൾട്ടി ഫങ്ഷണൽ മാസ്റ്റുകളുടെ സംയുക്ത വികസനത്തിനും ഇന്ത്യയിൽ തന്നെ നിർമ്മാണത്തിനുമായി ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച ചരിത്രപരമായ കരാർ. പ്രതിരോധ ഉപകരണങ്ങളുടെ സംയുക്തവും വികസനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിൽ നിലവിൽ വന്ന ആദ്യത്തെ ഉഭയകക്ഷി കരാർ എന്ന നിലയിൽ ഇതിന് വലിയ തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട്. പ്രതിരോധ സാങ്കേതിക വിദ്യ പങ്കുവെക്കുന്നതിൽ ജപ്പാൻ സ്വീകരിച്ച പുതിയ സമീപനത്തിന്റെയും ഇന്ത്യയെ വിശ്വസനീയമായ പ്രതിരോധ പങ്കാളിയായി ടോക്കിയോ കാണുന്നതിന്റെ തെളിവായും ഈ കരാറിനെ വിലയിരുത്തപ്പെടുകയാണ്. ഇനി നിങ്ങളൊന്ന് നോക്കൂ, ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അത്യാധുനികമായ ഒരു പ്രതിരോധ കരാറിലേക്കാണ് ഇന്ത്യയും ജപ്പാനും എത്തിയിരിക്കുന്നത്. ജപ്പാൻ എന്ന സാങ്കേതിക വിസ്മയം തങ്ങളുടെ അതിർവരമ്പുകൾക്കുള്ളിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന, പുറംലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ പോലും മടിച്ചിരുന്ന ഒരു അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ ഇന്ത്യയുമായി പങ്കുവെക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇത് കേവലം ഒരു വാണിജ്യ കരാറല്ല, മറിച്ച് ഇന്ത്യ ഒരു വൻ ശക്തിയായി ജപ്പാൻ അംഗീകരിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ലോകത്തെ വൻ ശക്തികൾ പോലും ജപ്പാനോട് കെഞ്ചി ചോദിച്ചിട്ടും ലഭിക്കാത്ത, അവർ അത്രമേൽ സൂക്ഷിക്കുന്ന ആ സ്മാർട്ട് രഹസ്യം ഇപ്പോൾ ഇന്ത്യയിലൂടെ കയ്യിലേക്ക് എത്താൻ പോവുകയാണ്. ഈ കരാറിന്റെ വാർത്ത പുറത്തു വന്നതോടെ ആഗോള പ്രതിരോധ രംഗത്ത് വലിയൊരു ഭൂചലനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സാങ്കേതിക വിദ്യ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒരു യുദ്ധക്കപ്പലിന്റെ മുകൾ ഭാഗത്തേക്ക് ഒന്ന് നോക്കണം. ഒരു യുദ്ധക്കപ്പലിൽ സെൻസറുകളും റഡാറുകളും എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം ആ കപ്പൽ ശത്രുവിന്റെ റഡാറുകളിൽ തെളിയാനുള്ള സാധ്യതയും കൂടുതലാണ്. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ആന്റിനകൾ ശത്രുവിന് കപ്പലിന്റെ ലൊക്കേഷൻ കൃത്യമായി കാണിച്ചു കൊടുക്കുന്നു. ഇതിനെയാണ് റഡാർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ആധുനിക യുദ്ധത്തിൽ ശത്രുവിന്റെ കണ്ണിൽ പെടാതെ അവരെ ആക്രമിക്കുക എന്നതാണ് സ്റ്റെൽത്ത് ടെക്നോളജി. ഇതിനുള്ള പരിഹാരമാണ് ജപ്പാൻ കണ്ടെത്തിയത്. പക്ഷെ അത് എങ്ങനെയാണ് എന്നത് ജപ്പാൻ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. ഇനി വരുന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ജപ്പാന്റെ ഈ സാങ്കേതിക വിദ്യയെ വിളിക്കുന്നത്
യൂണിക്കോൺ അഥവാ യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റിന മൾട്ടി ഫങ്ഷണൽ മാസ്റ്റ് എന്നാണ്. സങ്കീർണമായ പേരാണെങ്കിലും ഇതിന്റെ പ്രവർത്തനം വളരെ ലളിതമാണ്. കപ്പലിന്റെ മുകളിലെ ആ അലങ്കോലമായ ആന്റിനകളെല്ലാം ഒരുമിച്ച് ഒരു ഒതുക്കിയ സ്മാർട്ട് മാസ്റ്റിലേക്ക് മാറുന്നു. ശത്രുവിന്റെ റഡാറുകൾക്ക് കപ്പലിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അതേസമയം നമ്മുടെ കപ്പലിന് സമുദ്രത്തിന്റെ ഏത് കോണിലെ നീക്കവും നിരീക്ഷിക്കാൻ കഴിയും. ഇലക്ട്രോണിക് വാർഫെയർ അഥവാ സൈബർ യുദ്ധങ്ങൾ നടക്കുന്ന കാലത്ത് ശത്രുവിന്റെ സിഗ്നലുകളെ ജാം ചെയ്യാനും കൃത്യമായ വിവരങ്ങൾ കൈമാറാനും ഈ സംവിധാനം നമ്മളെ സഹായിക്കും. ജപ്പാന്റെ NEC കോർപ്പറേഷനും മറ്റ് പ്രമുഖ കമ്പനികളും ചേർന്ന് വികസിപ്പിച്ച ഈ സംവിധാനം ഇന്ത്യയുടെ നാവിക കരുത്തിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുകയാണ്. ജപ്പാൻ ഈ സാങ്കേതിക വിദ്യ ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറാൻ സമ്മതിക്കുകയും ഇരു രാജ്യങ്ങളും ഈ ചരിത്രപരമായ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു കഴിഞ്ഞു. അതായത് സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യാനുള്ള ഔദ്യോഗിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ചുരുക്കം. ഇനി വരാനിരിക്കുന്നത് ഇതിന്റെ വികസനവും നിർമ്മാണവുമാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആയിരിക്കും ഇന്ത്യയിൽ ഇതിന്റെ ഉൽപാദനം നടത്തുക. സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കേവലം ഒരു ഇറക്കുമതി മാത്രമല്ല, മറിച്ച് നമ്മുടെ എഞ്ചിനീയർമാർക്ക് ഈ സാങ്കേതിക വിദ്യ പഠിക്കാനും സ്വന്തമായി കൂടുതൽ മികച്ചവ വികസിപ്പിക്കാനുമുള്ള വലിയ അവസരമാണ്. ജപ്പാന്റെ കൃത്യതയും ഇന്ത്യയുടെ നിർമ്മാണ ശേഷിയും ചേരുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധക്കപ്പലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധിക്കും. പുതിയ കരാറിന്റെ പ്രത്യേകത സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറപ്പെടുന്നു എന്നതാണ്. ഇനി ഈ കരാർ പ്രകാരം പ്രധാന രൂപകൽപ്പനയും അടിസ്ഥാന എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയും ജപ്പാൻ നൽകും. എന്നാൽ ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് സംവിധാനത്തിന്റെ സംയോജനം, നിർമ്മാണം, പരീക്ഷണം, ഉൽപാദനം എന്നിവ ഇന്ത്യയിൽ തന്നെയായിരിക്കും നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയുടെ വിദേശ നയം എത്രത്തോളം ശക്തമായെന്ന് ഇനി നമുക്കൊന്ന് നോക്കാം. മുൻപൊക്കെ വലിയ പ്രതിരോധ കരാറുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈ നീട്ടി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. മോദി വിദേശത്തേക്ക് പോകുമ്പോൾ അത് വെറുമൊരു സന്ദർശനമല്ല, ഇന്ത്യയുടെ വളർച്ചയ്ക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ്. ജപ്പാനുമായി ഇന്ത്യക്കുള്ളത് ഒരു പ്രത്യേക ആത്മബന്ധമാണ്. ആ വിശ്വാസമാണെന്ന് ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ജപ്പാൻ അവരുടെ ഏറ്റവും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യക്ക് കൈമാറാൻ സന്നദ്ധമായത് മോദി സർക്കാർ നേടിയെടുത്ത ആഗോള അംഗീകാരത്തിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. ഇത് വെറുമൊരു കരാറല്ല, ഇന്ത്യ എന്ന വൻ ശക്തിയുടെ വളർച്ചയുടെ അടയാളം തന്നെയാണ്. ഇന്ന് ഓരോ ഇന്ത്യക്കാരനും നെഞ്ചുവിരിച്ച് പറയാം, ഇത് നമ്മുടെ കാലമാണ്, ഇത് നമ്മുടെ ഇന്ത്യയാണ്. ലോകത്തെ വൻ ശക്തികൾ പോലും ജപ്പാനോട് കൈകൂപ്പി ചോദിച്ചിട്ടും ലഭിക്കാത്ത, അവർ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന അവരുടെ യൂണിക്കോൺ സാങ്കേതിക വിദ്യ ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലേക്ക് എത്തുകയാണല്ലോ. ഇത് കേവലം ഒരു കരാറല്ല സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ കരുത്തിന്റെയും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒരു വിജയഗാഥ തന്നെയാണ്. ട്രംപിനെ പോലെയുള്ള നേതാക്കൾ പോലും ഈ വാർത്ത കേട്ട് അസൂയയോടെ ഒന്ന് പിന്നോട്ട് മാറിപ്പോകും. അത് തീർച്ചയാണ്. കാരണം ജപ്പാൻ അങ്ങനെ ആർക്കും ഒന്നും വിട്ടു നൽകാറില്ല. അങ്ങനെയുള്ള ജപ്പാൻ ഇന്ത്യയെ മാത്രം വിശ്വസിച്ച് ഈ കരാറിൽ ഒപ്പുവെച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു കാര്യമാക്കുന്നതെന്ന്. ഇന്ത്യയെ എന്നും താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചിരുന്ന വിമർശകരും നമ്മുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന ചൈനയെ പോലെയുള്ള രാജ്യങ്ങളും ഇപ്പോൾ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ വളർച്ച അവർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല. മോദി പവർ അഥവാ മോദി മാജിക് എന്ന് പറയുന്നത് വെറുതെയല്ല. അത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വാല്യൂ എത്രത്തോളം ഉയർത്തി എന്ന് കാണിച്ചു തരുന്ന ഒരു നിമിഷമാണിത്. ഒരു സാധാരണക്കാരനായ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനിക്കാൻ വകയുള്ള ഒരു വലിയ വിജയമാണ് ഈ കാര്യം. ഇനി എന്തുകൊണ്ടാണ് മോദിയുടെ വിദേശ നയത്തെ ലോകം ഇത്രയധികം വാഴ്ത്തുന്നത്? കാരണം അദ്ദേഹം സംസാരിക്കുന്നത് ഇന്ത്യയുടെ കരുത്തുമായിട്ടാണ്. അമേരിക്ക ആകട്ടെ, ജപ്പാൻ ആകട്ടെ മോദിയുമായി കൈകോർക്കുമ്പോൾ അവർ കാണുന്നത് ഒരു വിശ്വസ്തനായ പങ്കാളിയാണ്. ജപ്പാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് യാദൃശികമല്ല. ഇന്ത്യക്ക് ഇന്ന് ലോകത്ത് ലഭിക്കുന്ന സ്ഥാനം ആഗോളതലത്തിൽ മോദി സർക്കാർ ഉണ്ടാക്കിയെടുത്ത വിശ്വാസത്തിന്റെ ഫലം തന്നെയാണ്. ചൈനയെ പോലെയുള്ള വിരോധികൾ ഭയപ്പെടുന്നത് ഇന്ത്യയുടെ ഈ സൗഹൃദങ്ങൾ നാളെയുടെ യുദ്ധക്കളത്തിൽ അവർക്ക് വലിയ തിരിച്ചടിയാകും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. മോദിയുടെ ഈ മാസ്റ്റർ സ്ട്രോക്ക് ഇന്ത്യയെ പ്രതിരോധ രംഗത്ത് ലോകത്തിന്റെ ഗുരുവാക്കി മാറ്റുകയാണ്. ഈ കരാർ വെറുമൊരു നാവിക ഉപകരണത്തിൻ്റെതല്ല, മറിച്ച് ഇന്തോ പസഫിക് മേഖലയിലെ പുതിയ അധികാര സമവാക്യത്തിൻ്റെതാണ്. ചൈനയുടെ വിപുലീകരണ മോഹങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയും ജപ്പാനും ഒന്നിക്കുന്നത് വലിയൊരു സന്ദേശമാണ്. ഇന്ന് ജപ്പാൻ, നാളെ മറ്റേതെങ്കിലും വലിയ രാജ്യം. ഇന്ത്യ ഒരു പ്രതിരോധ കയറ്റുമതി രാജ്യമായി മാറുന്ന ദൂരമേ ഉള്ളൂ. ട്രംപിനെ പോലുള്ളവർ പോലും ഇന്ത്യയുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. നാം വളരുകയാണ്, നമ്മുടെ നാവികസേന കൂടുതൽ കരുത്തുറ്റതാവുകയാണ്. ഈ വാർത്തയിൽ നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടോ? ജപ്പാൻ ഇന്ത്യയെ ഇത്രയധികം വിശ്വസിക്കാൻ കാരണം എന്തായിരിക്കും? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.